അപ്പുക്കുതിര പറക്കോ? പണ്ട് ഒരു സുന്ദരമായ വനത്തില് കാറ്റുപോലെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു ചെറിയ കുതിരക്കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേര് അപ്പു എന്നായിരുന്നു. അപ്പുവിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആകാശത്തിലെ പക്ഷികളെ പോലെ പറക്കണം. ഒരു ദിവസം അപ്പു കാട്ടിലൂടെ സങ്കടത്തോടെ നടക്കുമായിരുന്നേ. തനിക്ക് ചിറകില്ലാത്തോണ്ട് പറക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തായിരുന്നു വിഷമം. അപ്പോൾ ഒരു മരക്കൊമ്പിലിരുന്ന തത്തമ്മ അവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അപ്പു, നീ എന്താ ഇത്ര സങ്കടത്തിൽ? അപ്പൊ അപ്പു പറഞ്ഞു, എനിക്കും നിങ്ങളെപ്പോലെ ആകാശത്തിലൂടെ പറന്നു നടക്കണം, പക്ഷെ എനിക്ക് ചിറകില്ലല്ലോ. അത് കേട്ട് തത്തമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പു, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകളാണുള്ളത്. പക്ഷികൾക്ക് പറക്കുന്ന കഴിവ് പോലെ നിനക്ക് വേഗത്തിൽ ഓടാനുള്ള കഴിവുണ്ടല്ലോ. നിന്റെ കാലുകളാ നിന്റെ ചിറക്. തത്തമ്മ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാൻ അപ്പു തീരുമാനിച്ചു. അവൻ കണ്ണടച്ച് കാറ്റിനേക്കാൾ വേഗത്തിൽ മുന്നോട്ടോടി. അവൻ ഓടിയപ്പോഴേ തണുത്ത കാറ്റ് അവന്റെ മുഖത്ത് തലോടി. അവന്റെ കഴുത്തിലെ രോമങ്ങള് കാറ്റിലങ്ങനെ പറന്നു. വേഗത കൂടിയപ്പോ താൻ ശരിക്കും വായുവിലൂടെ പറക്കുകയാണെന്ന് അപ്പുവിന് തോന്നി. അപ്പോഴാണ് കാട്ടിലെ ആനക്കുട്ടി ചക്കര ഒരു വലിയ കുഴിയിൽ വീണ് കിടക്കണത് അപ്പു കണ്ടത്. ചക്കരക്കുട്ടി പേടിച്ച് കരയായിരുന്നു. അവിടെ ഒട്ടും സമയം കളയാതെ അപ്പു അമ്പ് പോലെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പാഞ്ഞുപോയി. വനപാലകരെയും കൂട്ടുകാരെയും അവൻ വേഗത്തിൽ വിവരം അറിയിച്ചു. അപ്പുവിന്റെ വേഗത കാരണം എല്ലാരും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി. ചക്കരക്കുട്ടിയെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. എല്ലാരും അപ്പുവിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. ചക്കരക്കുട്ടി പറഞ്ഞു, അപ്പോ നിന്റെ ഈ വേഗത ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ അപകടത്തിലായാല്. നീയാ എന്റെ ഹീറോ. അപ്പോഴാണ് അപ്പുവിന് മനസ്സിലായത്, പറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ വേഗത മറ്റുള്ളവരെ സഹായിക്കാൻ വലിയൊരു അനുഗ്രഹമാണെന്ന്. അന്നു മുതൽ അപ്പു സങ്കടം എല്ലാം മറന്ന് സന്തോഷത്തോടെ കാട്ടിലെ ഏറ്റവും വേഗതയേറിയ കുതിരയായി ജീവിച്ചു. നമ്മുടെ കുറവുകളെ ഓർത്ത് വിഷമിക്കാതെ നമുക്കുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.